ആലീസ് എബ്രഹാം. ഞാൻ കലവൂർ തന്നെ ഉള്ളതാണ്. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവിന് ഒരു 25 ദിവസം മുൻപാടെ ഉടമ്പടി എടുത്തത് 2021 ആദ്യം എടുത്തത് 2015 ഫസ്റ്റ് ടൈം തന്നെ ഞാൻ എടുത്തത് 19 എൻ്റെ നമ്പർ. അത് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളൊന്നും അമ്മയോട് വെച്ചിട്ടില്ല, അമ്മയോട് ചേർന്ന് നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് ഒരു 25 ദിവസം മുമ്പ് ഒരു പനി വന്നു. പനി വന്നതിന് ശേഷം പുള്ളി അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇക്കിളിടാൻ തുടങ്ങി. ഇക്കിളതങ്ങ് കണ്ടിന്യൂ ഇക്കിളിട്ടുകൊണ്ടിരിക്കുക. പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. അത് കഴിഞ്ഞപ്പോൾ ശരീരം മൊത്തം നീര് വെക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഇക്കിളിടുന്നത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, നീര് വെച്ചൊക്കെ വീഞ്ഞത് കിഡ്നിയൊക്കെ ഫെയിലിയറായെന്ന് പറഞ്ഞ് ആളങ്ങ് പേടിച്ചു. അപ്പോൾ പുള്ളി പോയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി തൈലം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ പെട്ടീൻ്റെ അകത്ത് തൈലമുണ്ട്, അത് നല്ലപോലെ നോക്കിയെടുത്ത് ടെൻഷൻ അടിക്കേണ്ട, ആ തൈലം ദേഹത്ത് പുരട്ടുകയും ഉള്ളി കഴിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 3 ദിവസമായിട്ട് പുള്ളി നോക്കിയിട്ട് തൈലം കാണുന്നില്ല. നമ്മുടെ തുണിയെല്ലാം കൊട്ടിയിട്ടിട്ട് നോക്കും, അതിൻ്റെ അടിയിലായി വെച്ചിരിക്കുമെന്ന് പറഞ്ഞ് ആളും ആകപ്പാട് ടെൻഷനായി. ഞങ്ങളുമൊക്കെ ഭയങ്കര ടെൻഷനായി. കാരണം പുള്ളിയുടെ രൂപം മാറി. ആൾ നേരത്തെ നല്ല ഹെൽത്തി ആയിരുന്നു. ആളങ്ങ് ക്ഷീണിച്ച് ഒരു 10 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അത്രയും ആയി ആളങ്ങ്. അത് കൂടുതൽ ടെൻഷൻ കൊണ്ട് അങ്ങനെ ആയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ പുള്ളി ടെൻഷൻ അടിച്ചെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചില്ല. കാരണം ഞാൻ ഉടമ്പടിയിലിരിക്കുകയാണ്, അമ്മയുണ്ട് കൂടെ, അമ്മ നോക്കിക്കൊള്ളുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി തുണിയെല്ലാം തപ്പി പുറത്തിട്ടിട്ടും ആ തൈലം എടുത്ത് ആദ്യം വായിലൊഴിച്ച് കുടിക്കുകയും ചെയ്തു. ദേഹം മൊത്തം പുരട്ടി കിടന്നൊന്ന് ഉറങ്ങി 1 മണിക്കൂർ എഴുന്നേറ്റപ്പോൾ ഇക്കളെല്ലാം അങ്ങ് പോയി. ഇക്കൾ തന്നെയല്ല, പുള്ളിയുടെ ശരീരത്ത് നീരും പോയി, രൂപം തന്നെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഭയക്കണ്ട, നാട്ടിലേക്ക് പോരും, നമുക്ക് ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നേരെ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അവർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അവിടെ അന്നേരം വെച്ചിരുന്ന് അവർ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ക്രിയാറ്റിൻ കൂടുതല, ഓൾറെഡി ഷുഗർ ഉണ്ട്, പക്ഷേ അത് വയക്കില്ല. ഇപ്പോൾ ക്രിയാറ്റിനാണ് ആൾക്ക് പ്രശ്നമായിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറിനകത്തൊക്കെ ബ്ലഡ് ഉണ്ട്, ആകപ്പാട് പ്രോബ്ലമാണ്, കിഡ്നിക്ക് ഇച്ചിരി പ്രോബ്ലം കാണുന്നെന്ന് പറഞ്ഞ്. അത് പ്രഷറും പുള്ളിയുടെ ഡൗൺ എന്ന് വെച്ചാൽ 10 മേളോട്ട് പോണില്ല അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ 10 ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി എത്താകാണ്, ഈ ആൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അമ്മ ഈശോപ്പായും കൂടെയുണ്ട്, അത് ഈശോയുടെ തിരുരക്തമായിട്ടാണ് തൈല ഉള്ളിലേക്ക് ഞാൻ കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ അമ്മ തന്നെ ഈശോയും കൂടെ ഇവിടെ എത്തിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാണ്, ആൻറ്റിയുടെ വിശ്വാസം ശരിയാണ്, അല്ലെങ്കിൽ ആൾ ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു വീണ്ടും അവിടെ ഓപ്പറേഷൻ വെച്ചിരുന്നു. പുള്ളിക്ക് ആശുപത്രി കിടക്കാൻ പുള്ളി തയ്യാറില്ല. കാരണം പുള്ളിയുടെ നല്ല പ്രായത്തിൽ രോഗമൊന്നും വന്നിട്ടില്ല, മരുന്നൊന്നും കഴിച്ചിട്ടില്ല, ഷുഗറേ ഉള്ളൂ, അതിന് ആയുർവേദം ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അത് കാരണം പുള്ളിക്ക് വീട്ടിലേക്ക് പോകണമെന്നുള്ളൊരു നിർബന്ധമായി. അങ്ങനെ വീണ്ടും കിഡ്നിയുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു, യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനോടകം പ്രഷർ അങ്ങ് ഡൗൺ ആയെന്ന് വെച്ചാൽ തീരെ 10 നിൽക്കുന്ന. അപ്പോൾ ആ ഡോക്ടർമാർക്കും പേടിയായി. ഞാൻ ഉപ്പിട്ട് വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ 110 ആയി പ്രഷർ. അതിന് വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു 5 മണിക്കൂറിന് ശേഷം പുള്ളിയുടെ ക്രിയാറ്റിനും ഇല്ല, ബ്ലഡിനകത്ത് യൂറിനകത്തും ബ്ലഡില്ല, എല്ലാം നോർമല്, ആകെ കൂടി ഉള്ളത് പ്രഷറും ഷുഗറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയടാ, ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടുതലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ സഹോദരങ്ങളും മോനും ഒക്കെ ടെൻഷനായി. കിഡ്നിക്ക് എന്തെങ്കിലും ക്രിയാറ്റിൻ കുടിന്നിട്ടപ്പോഴും എല്ലാവർക്കും ഒരു ഭയമായി, ഇനി നമുക്ക് എന്നാൽ അമൃതയിലേക്ക് കൊണ്ടുപോകാം, ഇവിടെ തീർച്ചയുണ്ട്. അപ്പോൾ എന്നെ ചീത്ത പറയാൻ തുടങ്ങി, നിൻ്റെ ഇഷ്ടത്തിലുള്ള ഹോസ്പിറ്റലാണോ കൊണ്ടുപോകണേന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ്, ഞാൻ ആരിലല്ല സമർപ്പിക്കുന്നത്, ഞാൻ സമർപ്പിച്ചിരിക്കുന്ന അമ്മയിലാണ്, ഞാൻ എൻ്റെ ഉടമ്പടി അമ്മയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് കാരണം അമ്മ നോക്കിക്കൊള്ളേണ്ട. എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദമായിട്ടിരുന്നപ്പോൾ എല്ലാവരും പറയാം, അവൾ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നു, ഒന്നും അനങ്ങണ പോലും ഇല്ലയെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അത് എനിക്കുള്ളത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, പുള്ളിയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് മൊത്തം എൻ്റെ ഉടമ്പടി വസ്തുക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുള്ളി നോർമലായി വന്നു. അതിലെക്കാട്ടിയൊക്കെ പുള്ളിക്ക് 26 വർഷമായിട്ട് ഈ തമ്പക്ക് ചവക്കൽ എന്നൊരു ഉണ്ടായിരുന്നു. 26 വർഷമായി തമ്പക്കൽ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ ഉടമ്പടിയിലൊക്കെ വെച്ചപ്പോൾ പുള്ളിയുടെ വായെല്ലാം പൊട്ടി, പിന്നെ ഒന്നും ഭക്ഷണം കഴിക്കാതെയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പിന്നെ അത് ഞാൻ അങ്ങ് പറഞ്ഞില്ല. പിന്നെ ഇപ്പം ഇതിനോടൊപ്പം തന്നെ ആ തമ്പക്ക് ചവക്കൽ നിർത്തി. ഇപ്പം അത് ആൾക്ക് പേടിയായി.
ഈ ഒരു വലിയൊരു അനുഗ്രഹം ഈശോ അമ്മയ്ക്ക് തന്നതിന് കൊടാനൂടി നന്ദി പറയുന്നു. അതിനുള്ളിൽ അമ്മ എനിക്ക് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ നേരത്തെ സാക്ഷ്യം പറഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീടിൻ്റെ അയൽവാസിയുടെ ഒരു മരത്തിൻ്റെ ശകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ആദ്യം അയാളോട് മുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും അയാൾ കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്ന് ഉപ്പ് കൊണ്ട് ഇട്ടു. അപ്പോൾ ഒരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് സംസാരിക്കുന്ന പോലെ കേട്ടത്, നിൻ്റെ കയ്യിൽ ഉപ്പിരിപ്പില്ലേ, എന്താണെന്ന് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ അടുക്കൽ ആരും തന്നെ ഇല്ല, ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് ഓടിപ്പോയി ഞാൻ മരത്തിൻ്റെ ചവിട്ടി കൊണ്ടുവന്ന് ഉപ്പിട്ടു. അത് കഴിഞ്ഞുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് ആ മരത്തിൻ്റെ ശേഖരം അങ്ങ് മുറിച്ച് മാറ്റി. എനിക്ക് എനിക്ക് 25 ദിവസം കൊണ്ട് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത് അനുഗ്രഹിച്ച അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ജെസ്സി ജോസഫ്, മാനന്തവാടി രൂപതയിലെ തോണിച്ചാൽ ഇടവകയിൽ നിന്ന് വരുന്നു. 2ാം പ്രാവശ്യമാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഈശോ എനിക്ക് അവസരം ഒരുക്കി തന്നത്. എൻ്റെ ചേട്ടായിക്ക് മാനന്തവാടിയിലെ കാട്ടിക്കുളം സെക്ഷനിൽ KSCBയിൽ ജോലി ഉണ്ടായിരുന്നു, ലൈൻമാനായിട്ട്. കഴിഞ്ഞ 2022 സെപ്റ്റംബർ 13-ാം തീയതി ചേട്ടായിക്ക് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തേക്ക് ട്രാൻസ്ഫറായിപ്പോയി. അത് ഞങ്ങൾക്ക് വലിയ വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം ചേട്ടായിക്ക് ഒരു ദിവസം വീട്ടിൽ വരണമെങ്കിൽ 3 ദിവസത്തെ ലീവ് എടുത്താൽ മാത്രമേ ചേട്ടായിക്ക് വീട്ടിൽ വന്ന് ഒരു ദിവസം നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വലിയ വിഷമമായിരുന്നു. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഞാനും ചേട്ടായിയും കഴിഞ്ഞ 2022 ഒക്ടോബറിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം 2022 ഡിസംബർ 29-ാം തീയതി ചേട്ടായിക്ക് പ്രമോഷനോടുകൂടി വയനാട് ജില്ലയിലെ കോറോം സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചു. പിന്നെ എനിക്ക് കഴുത്തിലും കയ്യിലും ഒരു അലർജി ഉണ്ടായിരുന്നു. വളരെ ചുവന്ന് തടിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ വിഷമം തോന്നുന്ന തരത്തിലായിരുന്നു അത്. 1 മാസത്തോളം 2 ആഴ്ചയോളം ഞാൻ ആരെയും കാണിക്കാതെ കൊണ്ടു നടന്നു. അവസാനം എൻ്റെ കൊച്ച് എൻ്റെ കഴുത്തിൽ അലർജിയും പാടും കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ സങ്കടത്തോടെ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഡോക്ടറെ കണ്ടോളാം എന്ന് പറഞ്ഞു, അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. ആ ഒരാഴ്ച ഞാൻ ഉടമ്പടി തൈലം തേച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് പരിപൂർണമായി എൻ്റെ ശരീരത്തിൽ നിന്നും മുഴുവൻ വിട്ടുപോയിരുന്നു. പിന്നെ 3ാമതായി പറയാനുള്ളത്, എൻ്റെ അനുജത്തിയുടെ ചാച്ചൻ ശ്വാസം മുട്ടലും വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു 3 ദിവസം മുമ്പ്. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ചാച്ചനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അന്ന് രാത്രി ICUവിൽ നിന്ന് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നു. പക്ഷേ മക്കളാരും അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ICUവിൽ തന്നെ നിലനിർത്തി. അതിനുശേഷം അനിയത്തി എന്നെ വിളിച്ച് സങ്കടത്തോടെ ഈ വിവരം പറഞ്ഞു. അപ്പം ഞാനിങ്ങോട്ട് പോരാൻ വേണ്ടി ബസ്സിന് ബുക്ക് ചെയ്തിരുന്നുകൊണ്ട് ഞാൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിയോഗം വെച്ചെന്തായാലും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നലെ 1-ാം തീയതി ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്ഥിരീകരിച്ചതിന് ശേഷം വന്ന് മുട്ടിന്മേൽ നിന്ന് ഉടമ്പടി തൈലം ഞാൻ ആ ചാച്ചനെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ നെറ്റിയിലും നെഞ്ചത്തും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, ചാച്ചന് നല്ല കുറവുണ്ട്, ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇട്ടിരുന്ന ട്യൂബെല്ലാം നീക്കം ചെയ്തു. 2 ദിവസത്തിനും മിക്കവാറും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ സാധിച്ചേക്കും എന്ന് അവൾ പറഞ്ഞു. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാറ്റിനും
1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും എല്ലാം ദൈവകൃപയാൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു.